കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ 4000 കോടി രൂപയുടെ 2 പദ്ധതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. പുതിയ ഡ്രൈഡോക്കും അന്താരാഷ്ട്ര കപ്പലറ്റകുറ്റപ്പണി കേന്ദ്രവും രാജ്യത്തിന് സമർപ്പിച്ചു. साथियों, केरला में आज जिन 3 प्रोजेक्ट्स का लोकार्पण हुआ है, उनसे मैरीटाइम सेक्टर में इस क्षेत्र की हिस्सेदारी और बढ़ेगी. नया ड्राई डॉक भारत का नेशनल प्राइड है. इसके बनने से यहां बड़े जहाज, बड़े वेसल तो आ ही सकते हैं, साथ ही यहां शिप बिल्डिंग और शिप रिपेयर का काम भी संभव होगा. इससे भारत की विदेशों पर निर्भरता कम होगी और जो पैसा हम विदेश भेजते थे वो देश में ही लगेगा. 4000 കോടിയുടെ 2 പദ്ധതികൾ, 4000 കോടിയുടെ 3 പദ്ധതിയാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത്. എന്തായാലും മറൈൻ ഡ്രൈവിൽ BJPയുടെ ശക്തി കേന്ദ്ര ഇൻചാർജുമാരുടെ യോഗത്തിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ കൈവെട്ടിയ പ്രൊഫസർ TJ ജോസഫ് പ്രത്യേക ക്ഷണപ്രകാരം പരിപാടിക്കെത്തി. യോഗം റിപ്പോർട്ട് ചെയ്യാൻ മാധ്യമപ്രവർത്തകർക്ക് അനുമതി നിഷേധിച്ചു. വിവരങ്ങളുമായി എസ് വിജയകുമാർ ചേരുന്നുണ്ട്. വിജയകുമാർ, ഈ പരിപാടിയിൽ വികസന പദ്ധതികളുടെ സമർപ്പണമാണ്. അപ്പോൾ സംസ്ഥാനത്തിനടക്കം പുകഴ്ത്തൽ ഈ യോഗത്തിലുണ്ടായി. നേരത്തെയും വികസന പദ്ധതികൾ മോദി അന്ന് വന്ദേ ഭാരത് ഉദ്ഘാടന സമയത്ത് വരുമ്പോഴും സമാനമായ രീതിയിൽ കേട്ടിരുന്നു. ഇനി അടുത്ത രാഷ്ട്രീയ പരിപാടിയാണ്. ഒരുപക്ഷെ അവിടെ ചില രാഷ്ട്രീയ പ്രതികരണങ്ങൾ പ്രതീക്ഷിക്കണോ വിജയകുമാർ? സ്വാഭാവികമായും ഹാഷ്മിയും രാഷ്ട്രീയ പ്രതികരണങ്ങൾ നമ്മൾ ഈ വേദിയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അദ്ദേഹം അല്പസമയത്തിനകം ഈ വേദിയിലേക്ക് എത്തും. അദ്ദേഹത്തിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ അവസാനവട്ട വിലയിരുത്തൽ നടത്തിയിട്ടുണ്ട്. നമ്മൾ ഈ കാണുന്ന ഈ ദൃശ്യങ്ങളിൽ അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹം വൈകാതെ എത്തിച്ചേരുമെന്നാണ് കരുതുന്നത്. നേരത്തെ ഹാഷ്മി തുടക്കത്തിൽ പറഞ്ഞതുപോലെ കൊച്ചിൻ ഷിപ്പ്യാർഡുമായി ബന്ധപ്പെട്ട 2 വികസന പദ്ധതികൾ, 4000 കോടിയുടെ വികസന പദ്ധതികൾ കൊച്ചി ഒരു മാരിടൈം ഹബ്ബാക്കും എന്ന ആമുഖത്തോടെ പ്രധാനമന്ത്രി തുടങ്ങി. അത് ആ പദ്ധതികൾ രാജ്യത്തിന് സമർപ്പിച്ചു. കൊച്ചി കപ്പൽശാലയ്ക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന പരിഗണന, കൊച്ചിൻ കപ്പൽശാല രാജ്യത്തിന്റെ പ്രതിരോധ വ്യവസായ മേഖലയിൽ നൽകുന്ന സ്തുത്യർഹമായ പങ്ക്, അതിനെ പ്രധാനമന്ത്രി ഈ ഘട്ടത്തിൽ അനുസ്മരിക്കുകയും ചെയ്തു. വാട്ടർ മെട്രോയ്ക്കൊക്കെ വേണ്ടി കൊച്ചി കപ്പൽശാലയിൽ തയ്യാറാക്കിയ ഇലക്ട്രിക് യാനങ്ങൾ അത് ഇന്ത്യയിലെ വിവിധ നഗരങ്ങളിലേക്ക്, വിവിധ മേഖലകളിലേക്ക്, ഉത്തർപ്രദേശും ഗുവാഹത്തി വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് അടക്കം അത് എത്തിക്കുന്നതിൻ്റെ സാധ്യതകൾ, അത് കൂടുതൽ ഓർഡറുകൾ കൊച്ചിൻ കപ്പൽശാലയ്ക്ക് ആ മേഖലകളിൽ നിന്ന് ലഭിക്കുന്നതിൻ്റെയൊക്കെ പശ്ചാത്തലം അദ്ദേഹം സൂചിപ്പിച്ചു. പ്രകൃതി അനുകൂല ഇന്ധന എന്ന രാജ്യത്തിൻ്റെ പ്രഖ്യാപിത നയത്തിലേക്ക് കൊച്ചി കപ്പൽശാല കൂടി അതിൻ്റെ ഭാഗമാകുന്നതിൽ അദ്ദേഹം അതിനെ പ്രകീർത്തിക്കുകയും ചെയ്തു. സംസ്ഥാനത്തെ കേന്ദ്ര ആവിഷ്കൃത പദ്ധതികളെ കുറിച്ചോ അല്ലെങ്കിൽ ആ നിലയിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അല്ലെങ്കിൽ കേരള സർക്കാർ കേന്ദ്രത്തിനെതിരെ ഉയർത്തുന്ന രാഷ്ട്രീയ വിമർശനങ്ങളോടോ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം ആ വേദിയിൽ ഉണ്ടാകുമെന്ന് കരുതി. പക്ഷേ അതിനെപ്പറ്റി പ്രധാനമന്ത്രി ഒന്നും സൂചിപ്പിച്ചില്ല. മുഖ്യമന്ത്രിയും ഈ വേദിയിൽ അത്തരമൊരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഏറ്റുമുട്ടൽ രാഷ്ട്രീയത്തിൻ്റെ സാഹചര്യങ്ങളിലേക്ക് മുഖ്യമന്ത്രിയും കടന്നില്ല. പൊതുവെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ പൊതുമേഖലാ വ്യവസായങ്ങളുടെയൊക്കെ കാര്യത്തിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിൻ്റെ ഒരു യോജിച്ചുള്ള അന്തരീക്ഷത്തെ പറ്റിയാണ് പ്രധാനമന്ത്രി ഒഴിക്കുന്ന വേദിയിൽ മുഖ്യമന്ത്രിയും സൂചിപ്പിച്ചത്. ഇരു നേതാക്കളും ഇന്നലെ നമ്മൾ കണ്ടതാണ്. ഈ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിലും ഊഷ്മളമായി പരസ്പരം ഇന്നലെ പ്രധാനമന്ത്രിയെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ സ്വീകരിച്ചു. ഇന്നും കുശല പ്രശ്നങ്ങളോടെ പ്രധാനമന്ത്രി യാത്ര പറഞ്ഞു പോകുന്നതിൻ്റെ സമയത്തെ കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. എന്തായാലും അത്തരം സംഘർഷത്തിൻ്റെതായ, ഏറ്റുമുട്ടലിൻ്റെതായ അന്തരീക്ഷം ഉണ്ടെങ്കിലും അത്തരം പരാമർശങ്ങളോ പ്രതികരണങ്ങളോ വേദിയിൽ ഉണ്ടായില്ല. ഇനിയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രസംഗം പ്രതീക്ഷിക്കുന്ന ഒരു വേദി. ഈ BJPയുടെ സംഘടനാ തലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും പുതിയതുമായ ശക്തി കേന്ദ്ര പ്രമുഖ് എന്ന് പറയാവുന്ന ശക്തി കേന്ദ്ര ഇൻചാർജുമാരുടെ സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത്. 7000-ലധികം ശക്തി കേന്ദ്ര ഇൻചാർജുമാർ ഇവിടെ എത്തിയിട്ടുണ്ട്. സംസ്ഥാന നേതാക്കൾ, BJPയുടെ അഖിലേന്ത്യാ തലത്തിലെ പ്രവർത്തിക്കുന്ന നേതാക്കൾ, അവരൊക്കെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. കൂടാതെ ക്ഷണിക്കപ്പെട്ട ആളുകളും ഇവിടെ ഈ പരിപാടിയുടെ ഭാഗമാകാൻ എത്തിയിട്ടുണ്ട്. ആ വേദിയിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു വളരെ ഗൗരവമുള്ള ചർച്ചകൾ ഇതിനോടകം കേരളത്തിൽ BJP തുടങ്ങിയ ഒരു പശ്ചാത്തലത്തിൽ എന്തൊക്കെയായിരിക്കാം പ്രധാനമന്ത്രി ഈ ശക്തി കേന്ദ്ര ഇൻചാർജുമാരുമായി സംസാരിക്കുക എന്നത് വളരെ പ്രധാനമാണ്.